നമസ്കാരം. നമസ്കാരം. ഇതൊരു കലാകാരന്റെ കൈയല്ലല്ലോ, ഇത്രയും തഴമ്പൊക്കെ എന്താണ് സംഭവം? ഇത് കൽപ്പണിയുടെ പണിയാണ്. കൽപ്പണിയാണ്. ആണ്. എവിടെ സ്ഥലം എവിടെയാ? എന്റെ വീട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്ക് അടുത്ത് അരിപ്ര എന്ന് പറയുന്ന പ്രദേശം. അരിപ്ര. ഓക്കെ. ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്? അമൃതയുടെ ഫ്ലോറിൽ ആദ്യമായിട്ടാണ്. ഓക്കെ. നമസ്കാരം സർ. തിലകൻ ചേട്ടന്റെ ശബ്ദം ചെയ്യോ? ചെറുതായിട്ട്. ലിസ്റ്റ് ഞാൻ വെറുതെ പറയട്ടെ. മുരളിച്ചേട്ടൻ, തിലകൻ ചേട്ടൻ, വർഗീസ് ചേട്ടൻ സാധ്യതയുണ്ട്. പിന്നെ എനിക്കറിയാമല്ലോ ഈ പറഞ്ഞ ആരെങ്കിലും ഉണ്ടാവോ ഇപ്പോ? അടിപൊളി. അപ്പൊ നമുക്ക് അതിൽ തന്നെ ആദ്യം തുടങ്ങാം അല്ലേ? പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒരാൾ കറക്റ്റ് ആയി വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അത് തന്നെ ആദ്യം കേട്ട് വെക്കാം. യെസ്, പണ്ട് തന്നെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചവന്റെ കസ്റ്റംസുകാർ പിടികൂടി ജയിലിലടയ്ക്കുമ്പോൾ ഇവരെ രക്ഷിച്ചെടുക്കാൻ താൻ ഒരു ചെറുവിൽ പോലും അനക്കിയില്ല. ഒടുവിൽ ഒരു തുള്ളി രഹസ്യം പോലും ചോർന്നു പോകാതെ ഇവരെ രക്ഷിച്ചെടുത്തത് ഈ വിശ്വനാഥന. ഇറ്റ് ഈസ് മൈ പ്രോപ്പർട്ടി, മൈ ഓൺ പ്രോപ്പർട്ടി. അടിപൊളി അല്ലേ? താങ്ക് യു സർ. ശരി, അപ്പൊ ഇനി അടുത്ത ആരുടെ ആയിരിക്കും? അമരീഷ് പുരി. ओके. इसके मुंडे काट कर हमारे सब साथियों को दिखाओ. ये लड़की तेरी माँ ने हमारे नजरों से कितना साल हुआ था, ताकत वो न कर पाई, तेरी माँ करती आई थी. तेरी माँ भी नचनिया है और तुम्हें भी मैं നച്ചിനിയാ പനോങ്കി. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഡയലോഗ് ഒക്കെ സാധാരണ വർക്ക് സ്പേസിൽ പോകുമ്പോൾ പറയാറുണ്ടോ? ഞെട്ടിക്കാൻ വേണ്ടിയൊക്കെ? ഓക്കെ. ചേട്ടൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ചെയ്ത് തീർത്താൽ മതി. അതുകൊണ്ട് അടുത്തിങ്ങനെ റെഡിയാ. പ്രിപ്പറേഷന്റെ ഒരു ആവശ്യമില്ലേ? എനിക്ക് തോന്നിയെന്നറിയോ, ഇപ്പൊ ഈ അമരീഷ് പുരി പറഞ്ഞ ഹിന്ദി ഒരു ചെറിയൊരു ഡൗട്ട് പുള്ളിക്കാണ്. ഇത് പറഞ്ഞത് ശരിയാണ്, കാരണം ഹിന്ദിയിലാണ് പറഞ്ഞത്. പിന്നെ അറിയില്ലാത്തോണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? നമുക്കറിയാൻ പാടില്ലാത്ത മനസ്സിലായില്ല. അത് ഒരെണ്ണം കൂടി ചെയ്യാൻ നന്നായിരിക്കാന്നറിയോ? കലാകേന്ദ്രത്തിന്റെ നാടകം ഉടനെ ആരംഭിക്കാൻ പോകുന്നു. നാടകം തുടങ്ങാൻ നേരത്ത് പറയില്ലേ അനൗൺസ്മെന്റ്, അത് ഇങ്ങനത്തെ ഒരു സൗണ്ടാ. ഈ ഹിന്ദി ഡയലോഗ് പറയുമ്പോ തസ്നി ഖാൻ ഇവിടെ ഇരിക്കുന്നു. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. അങ്ങനെ ഒരു വാല് ഖാൻ എന്നുള്ള വാലുള്ളിടത്തൊക്കെ ഹിന്ദി അറിയാം. പക്ഷെ ഹിന്ദി അറിയാൻ പാടില്ലാത്ത ഏക ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി പറഞ്ഞാൽ എവിടുന്ന് ആപ്കോ ഹിന്ദി മാലൂം? തോടാ മാലൂം. ശരി, അപ്പൊ അടുത്ത ഹിന്ദി നടനാണോ മലയാളം നടനാണോ? തമിഴ്. ശക്തനായ വില്ലൻ ശ്രീ മൻസൂർ അലി ഖാൻ. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻ പ്രഭാകരൻ എന്ന ഇത്തരത്തിലെ ഒരു ഡയലോഗ്. ஏன்டா பாக்குறீங்க டேய், என்னடா பண்ணுவீங்க? இந்த சூரபத்திரனுக்கு சவால் கொடுத்தவன் வீரபத்திரன் தான். அப்படிப்பட்ட எனக்கு நீ சவால் கொடுக்கறியா? டேய், மரியாதை வெளியே வாடா, இல்லைன்னா உன் பொண்டாட்டி பெள்ள പീസ് தான். സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മള് ജോയ് മാത്യു സാർ മലയാളത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഓക്കെ. ഇതൊരു ചെടിയാ, കുരുവിട്ട് മുളപ്പിച്ചാൽ വളരെ പതുക്കെ വലുതാവും. ഇലകൾ വരും, ഇടുക്കിയുടെ മലമുഴക്കുകളിൽ പൊൻകതിരുകൾ ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ കർഷകർ ഇതിനെ നീലച്ചളൻ എന്നൊക്കെ വിളിക്കും. പക്ഷേ ചൂടുകാലത്ത് ഗോവയിൽ നിന്ന് മല കയറി വിളിത്തുന്ന ഇവരെ പോലുള്ളവർ ഇതിന് മറ്റൊരു പേരാ വിളിക്കുക, ഇടുക്കി ഗോൾഡ്. കുറച്ച് വ്യത്യാസം വരുത്തിയ ജാഫർ ഇടുക്കിയാക്കാം. അതെ. അയ്യോ, പക്ഷെ ഇത് ഗംഭീരമായിരുന്നു. ഇനി അത് പറഞ്ഞ സാധനം ഒന്ന് നോക്കിക്കേ, ജാഫ്രിക്കനെ കിട്ടുമെന്ന്. പരിപാടി ചെയ്യാറില്ല സാർ. അത് നമുക്ക് മനസ്സിലാക്കി അല്ലേ? ഇതിവിടെ ശാസ്ത്രജ്ഞൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടേ ഞങ്ങള് ചില മിക്സുകൾ ഇതിന്റെ സാധ്യതകളെ കുറിച്ച് അദ്ദേഹം അതിങ്ങോട്ട് റൂമിലോട്ട് വന്ന ഞങ്ങൾ നാടകക്കാര് പറയുന്നെന്ന് പറഞ്ഞ നാടകം തുടങ്ങാൻ പോകും. ഒരാഗ്രഹം. പ്രേക്ഷകർക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകത്തിലേക്ക് കൃത്യമായ സ്വാഗതം. ഈ നാടകത്തിന് വേണ്ടി ഈ പഞ്ചായത്തിലെ എല്ലാ ലൈറ്റും അടച്ചു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നാടകം ആരംഭിക്കുന്നു. ഏവർക്കും നാടകത്തിലേക്ക് കൃത്യമായ സ്വാഗതം. ഇതിൽ നിന്ന് ഞാനൊരു സാധനം കണ്ടുപിടിക്കും. നാളെയാണ് കേരള ഭാഗ്യക്കുറി. കേരള ഭാഗ്യക്കുറിയുടെ സൗഭാഗ്യ ബമ്പർ നാളെയാണ് നറുക്കെടുപ്പ്. നാളെയാണ്. കണ്ണടച്ചാലോചിക്കുന്നുണ്ടോ? ഇപ്പൊ വരും. അല്ല, ഞാൻ പെട്ടെന്ന് വേറെ ആലോചിച്ചു. മറ്റേ ഈ പഞ്ചായത്തിലെ എല്ലാ
ദൈവങ്ങളും അണച്ചു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാടകത്തിന്റെ പേര് തസ്കരൻ. പഞ്ചായത്തിലെ ലൈറ്റ് കംപ്ലീറ്റ് ഓഫ് ചെയ്തിട്ട് വേണം അവിടെ പോയി കക്കാനായിട്ട്. അതുകൂടി പറഞ്ഞു നിർത്തണം. അതെ, ഈ പഞ്ചായത്തിലെ സകല ലൈറ്റും പടച്ച് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകത്തിന്റെ പേര് തസ്കരൻ. ഇനി എന്താണ് പെർഫോമൻസ് ഉള്ളത്? ഇനിയൊന്നുമില്ല, തൽക്കാലം ക്ഷമിക്കാം. മതി, ചുമയാണെന്ന്. നമുക്ക് ഇനിയും കേൾക്കണമെന്നുണ്ടായത്. കുഴപ്പമില്ല. അപ്പൊ പെരിന്തൽമണ്ണയല്ലേ വീട്? അതെ സർ. അപ്പൊ അവിടുത്തെ സ്റ്റാർ ആണ് കേട്ടോ. അവിടുത്തെ സാറാ, പിന്നെ അവിടുത്തെ കിടിലാണ്. അത്രേ ഉള്ളൂ, പൊളിക്കും നമ്മള്. യെസ് പകർ ചേട്ടാ, ഇനി എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടാവും ഈ പെർഫോമൻസ്? ചെയ്യാനൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, നമ്മള് വലിയ പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിട്ടൊന്നും കണക്കൂട്ടി നമ്മൾ ഇവിടെ ഇരുന്നതല്ല. പക്ഷെ വലിയ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നതിനേക്കാൾ മികവോടല്ല, അതിന് തത്തുല്യമായ മികവോടുകൂടി കൃത്യമായിട്ട് പുള്ളി പെർഫോം ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യാവോ നിൽക്കുകയും. അതുപോലെ തസ്നീഖാൻ 1-2 സാധനം പറഞ്ഞപ്പോൾ അത് പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോൾ അതും ചെയ്തു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം ജെനുവിൻ ഒരു കലാകാരനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ജോലിയുടെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ മിമിക്രിയിൽ കൂടുതൽ ശ്രദ്ധിക്കാത്ത കൊണ്ടാവാം ഈ വേറൊരു റൂട്ടിൽ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു പെർഫോമൻസോട് കൂടി തന്നെ ഇനി അങ്ങോട്ട് മിമിക്രിയിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് യാതൊരു സംശയമില്ല. ഒരുപാട് വേദികളും സ്റ്റേജും സംഭവങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഹരിപ്ര ബാലസുബ്രഹ്മണ്യം നയിക്കുന്ന മിമിക്സ് പരേഡ് നല്ല ആർട്ടിസ്റ്റാണ്. അത്യാവശ്യം ഈ പറയുന്ന പോലെ എനിക്ക് തോന്നണേ വേറൊന്നുമല്ല, സ്റ്റേജിൽ വരുമ്പോൾ ഇത്രയും ഗൗരവം വേണ്ട. കുറച്ചൊന്ന് ഒന്നൊന്ന് വിട്ടേക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ കല്ലുപണിയല്ല, അപ്പൊ കുറച്ച് റഫായിട്ട് നിൽക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ ജന്മനാലുള്ള ഒരു സ്റ്റൈൽ അതായിരിക്കും. അല്ല, ആ സ്റ്റൈലൊക്കെ അതെല്ലാം നീ നാട്ടിൽ അങ്ങനെയാണല്ലോ, നീ മെയിൻ ഗുണ്ടല്ലേ അവിടുത്തെ നാട്ടില്. പക്ഷെ ഇവിടെ വരുമ്പോ അങ്ങനെയല്ലോ. അതെ, ഇത് കഴിഞ്ഞ് കഴിയുമ്പോ നമുക്കൊന്ന് കാണണം. സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. പക്ഷെ കേട്ടല്ലോ, പണിയാകരുതും വരും. അതെ, അപ്പൊ എന്തായാലും അതെ, ഈ മൈക്ക് മാറ്റിട്ട് ചിരി, അതാണ് ഞങ്ങള് കാണട്ടെ ചിരിക്കുന്ന ഫേസ്. സ്റ്റേജിൽ നിൽക്കുമ്പോ പൊതുവേ അല്ല ചിരിക്കാറില്ല എന്നല്ല, പക്ഷേ കുറച്ച് റഫ് ഇട്ട് നടക്കുന്ന മനുഷ്യരാണ്. അങ്ങനല്ല, നമ്മളെ വർക്കൊക്കെ അങ്ങനെ ഒരു രീതിയിലല്ല. അതുകൊണ്ടായത് പോയാ എന്തായാലും അതുപോലെ ആവണമെന്നില്ല. നമ്മൾ ഒരിക്കലും നമ്മൾ ഭയങ്കര ഫ്രീക്കനായിരിക്കണം അവിടെ. ഈ സ്റ്റാർ കിട്ടി കഴിയുമ്പോ എല്ലാം മാറും. അതെ, അത് പറഞ്ഞപ്പോഴാ എത്ര സ്റ്റാർ ആണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്? പെരുന്തൽമണ്ണയിൽ ഇവിടം വരെ എത്തിയില്ലേ? 3 സ്റ്റാർ. 3 സ്റ്റാർ, സൂപ്പർ. അപ്പൊ എന്തായാലും എന്റെ അനൗൺസ്മെന്റ് ചെറിയ തിരുത്ത്. ഹരിപ്ര ബാലസുബ്രഹ്മണ്യം നയിക്കുന്ന കോമഡി മാസ്റ്റേഴ്സിന്റെ 3 സ്റ്റാർ മിമിക്സ് പരേഡ് അങ്ങനെ ഇനി അറിയപ്പെടണം കേട്ടോ. ഞങ്ങളത് കാണാൻ വരും.